my YouTube channel. ഗായത്രി കല്ലുവിള. ഗായത്രി കല്ലുവിള. അപ്പൊ ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത് ആരുടെ കൂടാണ്? എന്റെ അച്ഛന്റെയും അമ്മയുടെയും കൂടാണ് കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് രണ്ടുപേർക്കും അറിയാവോ? എനിക്കറിയില്ല. അമ്മയ്ക്കറിയില്ല? അറിയത്തില്ല. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഹൂ നോസ് മീ ബെറ്റർ എന്ന് പറഞ്ഞാൽ എന്തോന്ന് അറിയാവോ? അച്ഛൻ അറിയാവോ? ഹൂ നോസ് മീ ബെറ്റർ എന്ന് പറഞ്ഞാൽ നിന്നെ ആര് കാണും നല്ലപോലെ അറിയാവോ. അമ്മ ഇങ്ങനെയുള്ള വീഡിയോകൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാന് എന്നെ പറ്റിയിട്ടുള്ള ഒരു 10 ക്വസ്റ്റ്യൻസ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അമ്മ ശ്വാസം നോർമൽ. അപ്പൊ 10 ക്വസ്റ്റ്യൻ ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഉത്തരം നിങ്ങൾ പറയണം. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ പറയുമ്പോഴത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, പെട്ടെന്ന് എനിക്ക് അറിയാം എന്ന് പറഞ്ഞ് പറയാൻ പാടില്ല. ക്വസ്റ്റ്യൻ ഞാൻ പറയും, അപ്പം അറിയാവുന്നവരാരാണോ അവര് കൈ പൊക്കുക. എന്താ ചെയ്യാ? കൈ പൊക്കിയിട്ട് ഉത്തരം പറയാം. അല്ലാതെ പെട്ടെന്ന് കയറി പറയരുത്. ഓക്കെ, മനസ്സിലായല്ലോ? ആദ്യം ഒരാൾ ഉത്തരം പറഞ്ഞാല് രണ്ടാമതിരിക്കുന്ന ആൾക്ക് പറയാം കേട്ടോ ഉത്തരം. കേട്ടോ, രണ്ടുപേരും പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യത്തുള്ളൂ, ഉത്തരം പറയത്തുള്ളൂ. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? കൂളായിട്ടിരിക്കും. ഓക്കെ, ആദ്യമായിട്ട് അപ്പൊ എന്റെ ഡയലോട്ട് നോക്കാൻ പാടില്ല. പിന്നെ അപ്പൊ നാച്ചുറൽ ആയിരിക്കണം കേട്ടോ. ഭയങ്കര ഇതായിട്ടിരിക്കരുത്. നിങ്ങൾ ഭയങ്കര ഇതായിട്ടിരിക്കരുത് കേട്ടല്ലോ. ശ്വാസം വിട്. നിങ്ങൾ എന്തെങ്കിലും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇത് പിന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും, കാരണം അത് ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യമേ കയറി പറയരുത്. ഓക്കെ, 10ാം ക്ലാസ്സിൽ എനിക്ക് എത്ര A+ ഉണ്ടായിരുന്നു? അറിയാവുന്ന ഒരു കൈ പൊക്കുക, പറയാ. പറയാമോ? അമ്മയ്ക്കറിയാം, അമ്മ പറ. 6 A+. അച്ഛനാ? 6 A+. ശരിയാണ് കേട്ടോ. എനിക്ക് 6 A+ ആണ് ഉണ്ടായിരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അമ്മയ്ക്ക് 1 പോയിന്റ്. അച്ഛൻ 0. ആദ്യം പറയുന്നവർക്കേ ഉള്ളു. രണ്ടാമത്തത്, ഞാൻ ഫ്രീ ആയിട്ട് എനിക്ക് ഫ്രീ ടൈം കിട്ടുമ്പം ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം. ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഞാൻ വെറുതെ ഇരിക്കുമ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു കാര്യം ചെയ്യാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ആർക്കറിയാം ഉത്തരം? അമ്മ. വീണ്ടും അമ്മ. എന്താ അമ്മ? കൊറിയൻ ഡ്രാമ കാണല്. അയ്യോ, അതാണ് കേട്ടോ കറക്റ്റ്. അച്ഛനോട് ചോദിച്ചില്ലേ? കുഴപ്പമില്ല, കൊറിയൻ ഡ്രാമ. അടുത്ത ക്വസ്റ്റ്യന്, ഞാൻ ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്ന കാര്യം. ക്വസ്റ്റ്യൻ തീർന്നിട്ടില്ല, കേൾക്കണം. എനിക്ക് ഈ ഒരു കാര്യം ചെയ്ത, അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്നത്. അപ്പം ദേഷ്യം വന്നാൽ ഞാൻ എന്ത് ചെയ്യും? അപ്പൊ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ 2 ക്വസ്റ്റ്യനാ. എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്ന കാര്യം, എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ എന്ത് ചെയ്യും? ദേഷ്യപ്പെടാറില്ല, അതുകൊണ്ട് അവർക്കൊന്നും പറയാനില്ല. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്. ദേഷ്യം വരുമ്പോൾ എനിക്ക് എന്തിനാണ് ദേഷ്യം വരുന്നത്? ദേഷ്യം വരുമ്പോ ഞാൻ എന്ത് ചെയ്യും? രണ്ടുപേർക്കും അറിയത്തില്ല തോന്നുന്നു. അതാ ഞാൻ പറഞ്ഞു ദേഷ്യപ്പെടാറില്ല. ഉറച്ച് സംസാരിക്കുന്നോണ്ട് അമ്മ ഉറച്ച് ശബ്ദം ഉയർത്തി സംസാരിക്കുന്നോണ്ടാണ്. അമ്മ ഉറക്കെ സംസാരിക്കുമ്പോ എനിക്ക് ദേഷ്യം വരും. ഓക്കെ, അപ്പൊ ഞാൻ അങ്ങനെ ദേഷ്യം വരുമ്പോ ഞാൻ എന്താ ചെയ്യുന്നത്? എന്തോ ആയിരിക്കും എന്റെ റിയാക്ഷൻ? കണ്ടോ, ഞാൻ ഇത്രയും ഒരു ദേഷ്യം വരും. അപ്പൊ ഞാൻ എങ്ങനെ പ്രതികരിക്കും? നിങ്ങൾ പലതും ചെയ്യും. രണ്ടുപേരും പൊട്ട തെറ്റാ പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ പറ്റി അറിയില്ല. അച്ഛൻ പറഞ്ഞത് എന്തോ ഞാനും അതൊക്കെ എങ്ങനെ പറയുന്നതെന്ന് അങ്ങനെയാണമ്മ. ഞാനൊരു പാവം കുട്ടിയാണ്. ആക്ച്വലി ഞാൻ ഈ വീട്ടിൽ വഴക്കുണ്ടാക്കാറില്ല. അതുകൊണ്ടാണ് രണ്ടുപേർക്കും എന്നെ പറ്റി ഒന്നും പറയാനില്ല. മനസ്സിലായോ? എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുന്ന കാര്യം എന്താണെന്ന് വെച്ചാല്, എന്നെ പറ്റി ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കുമ്പം. അല്ലാതെ അമ്മ സൗണ്ട് ഉയർത്തുന്നതെന്നല്ല, ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കും. എന്നെ പറ്റി ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കുന്നു. ഓക്കെ, എനിക്കൊരു ക്രഷ് ഉണ്ടായിരുന്നു. ഓക്കെ, എനിക്കൊരു ക്രഷ് എന്ന് പറഞ്ഞത് അറിയോ? ക്രഷ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ചെറുക്കൻ്റെ അടുത്ത് ഇഷ്ടമല്ല, അത് കാണുന്ന കൊള്ളാം എന്നെനിക്ക് ഒരു ക്ലാസ്സിൽ ഒരു ചെറുക്കൻ്റെ അടുത്ത് തോന്നി.
ഏത് ക്ലാസ്സിലാണ് ഞാൻ ആദ്യം ഫസ്റ്റ് ക്രഷ് ആണ് അത് കഴിഞ്ഞ് ഒരുപാട് ഉണ്ട്. ഇത് ഫസ്റ്റ് ക്രഷ് ആരോടാണ്? പേരറിയെങ്കിൽ പറഞ്ഞോ, അത് ഞാൻ ബീപ്പിട്ട് എടുത്തോളാം. ഏത് ക്ലാസ്സിലാണ്, അതാണ് ഇമ്പോർട്ടന്റ്. ഏത് ക്ലാസ്സിൽ? ഒരുപാടുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഇത് ഡിഫിക്കൽട്ട് ആയിരിക്കും എന്ന് എനിക്കറിയാം, പക്ഷെ നിങ്ങൾ പറയണം. എന്ത് ചെയ്യാ? ഡിഗ്രി അല്ല, ഞാൻ വിട്ടു. അച്ഛൻ പറയും എനിക്കതൊന്നും അറിയത്തില്ലേ. 10ാം ക്ലാസ്സിൽ എന്റെ അമ്മ അപ്പടി പോള്. ക്രഷ് എനിക്ക് കറക്റ്റ് ആട്ടോ അമ്മ പറഞ്ഞ 10ല്. അടുത്ത ക്വസ്റ്റ്യൻ. എനിക്ക് ഈ ഒരു സ്ഥലത്ത് പോവാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം. എനിക്ക് ഏറ്റവും പോവാൻ ഇഷ്ടമുള്ള സ്ഥലവും അതുപോലെ തന്നെ എന്തുകൊണ്ട് എനിക്ക് അവിടെ പോവാൻ ആഗ്രഹം? മൂന്നാറ്. രണ്ടിനും വട്ട പൂജ്യം. ഏത് കൂട്ടര്? അല്ല, ഇനി അമ്മ എനിക്ക് പോവാൻ ഇഷ്ടമുള്ള സ്ഥലം. രാജ്യമോ സംസ്ഥാനമോ അങ്ങനെ. പിന്നെ എളുപ്പ പരിപാടി. ദുബായിലായിരിക്കും. അല്ല, കൊറിയയില്. കണ്ടോ, അമ്മയ്ക്കറിയാം എന്തുകൊണ്ടാണ് എനിക്ക് കൊറിയ പോകാൻ ആഗ്രഹം. അവിടുത്തെ ഒരു ശവാങ്കുമായിട്ട് ഭയങ്കര സിനിമാ പ്രേമമാണ്. നീ കൊറേ ബംബൂച്ച ആരാ? ജംബൂപ്പ ഒന്നും അല്ല. അമ്മ പറ. ജീമ്പൂപ്പ. അലാവുദ്ദീൻ അത്ഭുത വിളക്കല്ല, ജീമ്പൂമ്മയല്ല. ഞാനൊരു BTS ആരാധികയാണ്, അതുപോലെ കൊറിയൻ ഡ്രാമ കാണാം, അതുകൊണ്ട് എനിക്ക് കൊറിയയിൽ പോണം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യനെ. ഞാന് എന്റെ ഫ്യൂച്ചർ ഹസ്ബൻഡ്, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആള് ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് എനിക്ക് കുറച്ച് ആഗ്രഹങ്ങളുണ്ട്. അപ്പം എന്തൊക്കെയാണ് ആഗ്രഹങ്ങൾ? അറിയാവുന്നൊരു കൈവെക്കുക, പറയുക. അത് നിന്റെ താല്പര്യം സംരക്ഷിക്കുന്നവനായിരിക്കും നിന്റെ ഭർത്താവ്. ആ ആഗ്രഹങ്ങളെല്ലാം നിന്റെ മനസ്സിൽ, അത് ഞങ്ങളോട് ഷെയർ ചെയ്യേണ്ട കാര്യമില്ല. എന്നാലും നിങ്ങൾക്ക് ഒരു ഇത് കാണത്തില്ലോ? ഞങ്ങൾക്ക് അങ്ങനെ ഒന്നുമില്ല, എനിക്ക് അങ്ങനെ ഒന്നുമില്ല, എനിക്ക് പേഴ്സണലി അങ്ങനെ ഒന്നുമില്ല. നിന്റെ താല്പര്യ സംരക്ഷകൻ, നിന്റെ താല്പര്യ സംരക്ഷകൻ ആരോ അവനായിരിക്കും നിന്റെ ഭർത്താവ്. നിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നവനെ ആയിരിക്കും നീ സ്വപ്നം കാണും, അവനായിരിക്കും നിന്റെ ഭർത്താവ്. നീ ഇന്നത് ചെയ്യരുതെന്ന് പറയുന്നവരായിരിക്കരുത്, ആവരുത്. അഭിപ്രായങ്ങളാവാം, പക്ഷെ ഇന്നത് ചെയ്യരുതെന്ന് പറയരുത്. പിന്നെ ജോലി ചെയ്യുന്നതിനകത്താണെങ്കിലും ഈക്വൽ ആയിരിക്കണം രണ്ടുപേരും. ഏത് ജോലിയാന്ന് ഈക്വൽ ആയിരിക്കണം എന്നൊക്കെയാണ് എന്തോ ന്യൂ ജനറേഷൻ. ഉത്തരം എന്തെന്ന് പറയട്ടെ. അമ്മ പറഞ്ഞതിനകത്തും ഉണ്ട്. അങ്ങനെ ഒരാളായിരിക്കണം. ഉണ്ട്. എന്റെ താല്പര്യങ്ങളെ ബഹുമാനിക്കുന്ന ഒരാളായിരിക്കണം. അപ്പൊ രണ്ടുപേർക്ക് ആരാ? ഫുള്ളൊന്നും ആയില്ല, എന്നാലും ആരാ? അടുത്തപ്പെട്ട ഏതെങ്കിലും ഒരു മലയാള സിനിമയിലുള്ള ക്യാരക്ടർ, ആ ക്യാരക്ടർ ഗായത്രിയുടെ കൂട്ടാണ്, അല്ലെങ്കിൽ ആ ക്യാരക്ടറുമായിട്ട് എന്നെ റെഫർ ചെയ്യുകയാണെങ്കിൽ ഏത് ക്യാരക്ടറാന്ന് പറയുന്നത്? ഇപ്പൊ എന്റെ സ്വഭാവം വെച്ചിട്ട് ഇന്ന സിനിമയിലെ ഇന്ന ആളുടെ കൂട്ടാണ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഏത് ക്യാരക്ടറിനെ പറ്റി പറയും? കിലുക്കത്തെ നടി രേവതി അഭിനയിച്ച ക്യാരക്ടർ. അങ്കമാലിയിലെ അമ്മാവൻ ആരാന്ന് പറഞ്ഞു? പ്രധാനമന്ത്രി. അപ്പൊ ഈ കഴുത പറയാ എന്റെ അമ്മാവന്റെ വകയല്ല ഈ ചിലപ്പോ നിന്റെ സ്വഭാവം അതുപോലാണ്. എനിക്ക് ആൻസർ കിട്ടി, പക്ഷെ സിനിമ ഞാൻ ഓർക്കുന്നില്ല. അല്ല, ഞാൻ ആൻസർ കിട്ടിയ സിനിമ വരുന്നില്ല. സീനെന്ന് പറഞ്ഞ പിന്നെ രേവതി ഇതുപോലെ കൊച്ചിലെ എടുത്തോണ്ട് പോകുന്ന കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടിയിലെ ഇളയ കുട്ടിയായിട്ട്. അവള് പിന്നെ അതുപോലെ തന്നെ വീട്ടില് കാണിക്കുന്നതും
പിന്നെ ചേച്ചിയായിട്ടുള്ള അതിന് പിന്നെ നിന്നെ അങ്ങനെ എടുത്തോണ്ട് എവിടെയും ആരെങ്കിലും കൊണ്ടുപോയാൽ നീ അതുപോലൊക്കെ ആയിരിക്കും നിക്കുന്നത്. എന്റെ എന്താ? പൊന്നോ, എന്തൊക്കെ ഓക്കെ. അപ്പൊ ഇതാണ് നിങ്ങൾക്ക് എന്നെ പറ്റിയിട്ടുള്ള ലാസ്റ്റ് ഇത് ബോണസ് ചോദ്യമാണ് കേട്ടോ. ഇത് ആക്ച്വലി ഡയറക്റ്റത്തില്ല, ഇത് ബോണസ് ചോദ്യം. ഓക്കെ, മലയാള സിനിമയില് ഈ ഒരു സിനിമ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഓക്കെ, അതേത് സിനിമയാണെന്ന് രണ്ടുപേർക്കും അറിയാവോ? മലയാള സിനിമയില് ഞാൻ മലയാളത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള ഒരുപാട് ഇഷ്ടമുള്ള പടവ, ഒരുപാട് വർഷങ്ങൾ മുമ്പ് ഇറങ്ങിയ പടവ. ഇതിനകത്ത് പാട്ടുകളെല്ലാം ഹിറ്റാ. അവസാനം നായകനും മരിച്ചു. ഞാൻ പറയാം ദുര്യാഗോ പിന്നെ ദേവരാഗമല്ല, ദേവരാഗത്തിനകത്ത് അവര് മരിച്ചു. അല്ല അച്ഛനറിയോ? അച്ഛൻ എവിടേക്കോ പോയി. ഈ കൊച്ചു കണ്ട് പറയുന്നത് മണിവത്തൂരിലെ 1000 ശിവരാത്രി അന്ന് ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. രണ്ടുപേരും ഇങ്ങനെ ഇത്ര നേരം നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ മമ്മൂട്ടിയുടെ മോൻ അഭിനയിച്ച സിനിമയാണ്. അല്ല, പഴയ പടം. ആലോചിക്ക. പഴയതെന്ന് പറഞ്ഞാൽ പിന്നെ ക്യാരക്ടർ നടീ നടന്മാരുടെ പേരെങ്കിലും റഹ്മാനുള്ള പടവാ. അല്ല, ഞാൻ വേണമെങ്കിൽ അതിനകത്ത് 2 വരി പാട്ട് പാടാം. നിന്നുള്ളിലെ മോഹം സ്വന്തമാക്കി. മമ്മൂട്ടിയുള്ള സിനിമ പറ. തിലകനുണ്ട്. ഇത്രയൊക്കെ ക്ലൂ ഉണ്ട്. ആര് കൊടുക്കും? തനിയാവർത്തനം. അല്ല റഹ്മാനെ കൊല്ലുന്നതല്ല. റഹ്മാൻ സ്നേഹിച്ച പെൺകുട്ടി. ഇത്രയൊക്കെ ക്ലൂ കൊടുത്തിട്ട് അറിയത്തില്ലെന്ന് പറഞ്ഞു. ഒരുപാട് പഴയ സിനിമയിൽ ഞങ്ങൾ അങ്ങനെ ഓർത്തിരിക്കുന്നത്. എന്നാലും സിനിമയുടെ പേര് ഓർക്കുന്നില്ല. ചേട്ടന് ഓർമ്മ കാണണമല്ലോ സിനിമ. സിനിമ അറിയാം, പേര് പിക്ചർ ഏതാന്ന് ഓർമ്മയില്ല. ഫസ്റ്റ് ലെറ്റർ പറയാം. പൂവും കാറ്റ്. പൂമുഖപ്പടിയിൽ നിന്നെയും കാത്ത്. അമ്മ ഓണായി വന്നപ്പോഴത്തേക്ക് മനസ്സിലായോ? പൂമുഖപ്പടിയിൽ നിന്നെയും കാത്ത്. തിലകനും റഹ്മാൻ മോനായിട്ടൊക്കെ അഭിനയിക്കുന്ന പടം അതാണ് മലയാളത്തിൽ എന്റെ ഫേവറേറ്റ് പടം. ഓർത്ത് വെച്ചു. ഓക്കെ. അപ്പം എന്തായിരുന്നു ഇന്നത്തെ വീഡിയോയെ പറ്റി നിങ്ങളുടെ രണ്ടുപേരുടെ അഭിപ്രായം പിടിച്ചു. അപ്പം എനിക്ക് ഈ വർഷം മെയ് ആയപ്പോ എനിക്ക് 25 വയസ്സായല്ലേ? 25 വയസ്സായി. അപ്പൊ നിങ്ങൾക്ക് 2 പേർക്കും എന്നെ പറ്റി 2 നല്ല വാക്കുകൾ, ഇതുപോലെ നല്ലൊരു മോളെ കിട്ടാൻ നല്ല 2 വാക്കുകൾ നിങ്ങൾക്ക് പറയാം. ഓക്കെ, ആദ്യം അച്ഛൻ. നല്ലൊരു മോളോ ഒരു ചീത്ത മോളോ അതവിടെ നിൽക്കട്ടെ. അതെന്താ അച്ഛൻ ആദ്യം? പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഏത് മേഖലയിൽ ചെന്നാലും ജീവിതത്തിൽ ഏത് പ്രതിസന്ധി നേരിടാനും അസാമാന്യമായ കഴിവ് ഉണ്ട്. താങ്ക് യു. ഇനി അമ്മയ്ക്ക് ഓൾറെഡി മൈക്ക് ഉണ്ടല്ലോ, അമ്മ പറഞ്ഞു. നീ എവിടെ ആണെങ്കിലും പോയി ഏത് കാര്യമാണെങ്കിലും നീ സാധിച്ചോണ്ട് വരാനുള്ള കഴിവുള്ളതെന്ന് അമ്മയ്ക്ക് 100% ഉറപ്പുണ്ട്. അത് ഏത് കാര്യമാണെങ്കിലും അതിന് നല്ല കുട്ടിയാണ്. ദേഷ്യം വരുമ്പോഴേ ഉള്ളു, അത് അപ്പോഴേ തീരും. പിന്നെ എന്നെ കുറിച്ച് ഒരുപാട് അഭിമാനമുണ്ട്. എന്തിന്? കാര്യം എന്താന്ന് വെച്ചാൽ നീ ഒരു ആൺകുട്ടിയാണെന്നാണ് ഞാൻ വിചാരിച്ചു വെച്ചിരുന്നത്. അപ്പൊ നീ ജനിച്ചു കഴിഞ്ഞ് നിന്റെ ഇത്രയൊക്കെ വളർച്ചയില് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് നീ തന്നെ മതിയെന്ന്. വേറൊന്നുമല്ല, എന്നെ ഹോസ്പിറ്റലിൽ നീ കൊണ്ടുപോകുവാന്ന് വെച്ചോ. അപ്പൊ ഞാൻ അമ്മ അവിടെ ഇരുന്നാ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് ഒന്നേന്നുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി നീ എന്റെ അടുത്ത് വരുമ്പോ ഞാൻ അറിയാതെ ഞാൻ നിന്നെ ശ്രദ്ധിക്കും, മോളെ ശ്രദ്ധിക്കും. അങ്ങനല്ല, അപ്പം ആമ്പിള്ളേര് ചെയ്യുന്ന കാര്യങ്ങളും പെമ്പിള്ളേര് വിചാരിച്ച സാധിക്കാമല്ലോ. ആമ്പിള്ളേര് ചെയ്യുന്ന അല്ലെങ്കിൽ ആമ്പിള്ളേര് ചെയ്തോണ്ടിരിക്കുന്ന കാര്യങ്ങൾ കാലാകാലമായിട്ട് ആമ്പിള്ളേര് ചെയ്തോണ്ടിരുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ അത് പെമ്പിള്ളേരെ കൊണ്ട് പറ്റും എന്ന് നമുക്ക് മനസ്സിലായോ? മനസ്സിലാവും. അപ്പൊ അങ്ങനെ നമ്മള് പാട്രിയാർക്ക് എതിരായിട്ട് പോരാടണം. പിന്നെ എന്ത് തോന്നി അമ്മയ്ക്ക്? പിന്നെ അമ്മയ്ക്ക് എന്തൊക്കെയോ പറയാനുണ്ട്. പറഞ്ഞ ഇതൊക്കെ തന്നെ.
ഉയരങ്ങളിൽ എത്തണമെന്ന് അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമാണ്. ഓക്കെ. ഉയരങ്ങളിൽ മോള് PGക്ക് റാങ്ക് വാങ്ങിച്ചപ്പോ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. കാരണം ഒരു ട്യൂഷനോ ബേസിക്കലി മോൾക്ക് ഒരു കാര്യങ്ങളും ചെയ്തു തന്നിട്ട് സ്വന്തമായിട്ട് മോളെല്ലാം പഠിച്ചതാണ്. അത് കൊച്ചുനാളി മുതലേ. അത് ഒരു യങ്ങർ സിബ്ലിംഗ് ആയ എല്ലാ വീട്ടിലും അങ്ങനെ ആയിരിക്കത്തില്ല അല്ലേ? അല്ലേ? അങ്ങനെ മോള് അത് പഠിച്ചു വന്ന് അപ്പൊ എനിക്കപ്പം തോന്നി കൊച്ചിലെ ട്യൂഷനൂടെ വിട്ടിരുന്നെങ്കിൽ എന്റെ മോള് 10ാം ക്ലാസ്സിൽ 10A+ വാങ്ങിച്ചോണ്ട് വന്നേനായിരുന്നു. പിന്നെ അമ്മയ്ക്ക് തോന്നി ഇപ്പൊ അമ്മയ്ക്ക് തോന്നാറില്ലേ 10ാം ക്ലാസ്സിൽ 10A+ വാങ്ങിക്കുന്നത്? അതൊന്നും ഒന്നുമല്ല, എനിക്ക് തോന്നിയിട്ടുണ്ട്. അതൊന്നും ഒന്നുമല്ല. അത് നമുക്കൊരു അഡ്മിഷൻ കിട്ടാൻ അങ്ങനെയുള്ളത്. പിന്നാണ് നമുക്ക് പഠിത്തത്തിലോട്ടുള്ള കാര്യങ്ങള്. അപ്പൊ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ലൈഫിന്റെ ഏതെങ്കിലും ഒരു പോയിന്റ് വെച്ച് തോന്നിയിട്ടുണ്ടോ ലൈക്ക് എന്റെ ഒരു പ്ലേസില് ഒരു ബോയ് ആയിരുന്നെങ്കിൽ അതൊരു ബെറ്റർ ആയിരുന്നു, ഒരു നല്ലൊരു ഓപ്ഷൻ ആയിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്? എനിക്ക് തോന്നിയിട്ടില്ല. വൈ? എനിക്ക് അങ്ങനെ ഈ ബോയിയോടും ഗേളിനോടും ഒരു പ്രത്യേകതയും അമ്മയ്ക്ക് തോന്നിയിട്ടില്ല. ഓക്കെ, അമ്മ ഇപ്പൊ ഉത്തരം പറഞ്ഞു, അമ്മയ്ക്ക് തോന്നിയിട്ടില്ല. ഓക്കെ, അപ്പം സോ ദിസ് ഇസ് ആസ് യു നോ അച്ഛനും അമ്മയായിട്ടുള്ള ആദ്യത്തെ വീഡിയോ ആണ്. സോ അവരങ്ങനെ ക്യാമറയുടെ മുമ്പിലൊന്നും ലൈക്ക് അവരത്ര ഒരു യൂസ്ഡ് അല്ല. ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ ഇങ്ങനെ, ഈ വീട്ടിൽ ഞാനേ ഉള്ളൂ ഇങ്ങനെ ക്യാമറയായിട്ട് ഇത്ര ഒരു ഇതുള്ള ആള്. അപ്പം ഇനിയുള്ള വീഡിയോസിലൊക്കെ നമ്മൾ കുറച്ചും കൂടി ബെറ്റർ ആവാൻ നോക്കും അല്ലേ മാ? ആവശ്യപ്പെട്ടാൽ അപ്പം നിന്റെ അച്ഛനും അമ്മ എന്തുവഴി ഞങ്ങളെ അങ്ങനെയുള്ള അല്ല, നിങ്ങളത് താല്പര്യപ്പെടുന്നു. ഇനിയും കാര്യങ്ങൾ അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞാൽ വീണ്ടും വരും. ഓക്കെ, നമ്മൾ വീണ്ടും ചെയ്തിരിക്കും. അപ്പം വേണ്ടവര് വന്ന് കമന്റ് ചെയ്യുക. ഷാജീനെയും എന്താ പറയുന്നത് ശശികലേനെയും വേണം എന്ന് പറയുക. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ ഈ കല്ലുവിള എന്നുള്ളത് നമുക്കൊരു ബ്രാൻഡ് നെയിമായിട്ട് നമുക്ക് മാറ്റണം അല്ലേ ചാ? ഗായത്രി കല്ലുവിള എന്ന് പറയുമ്പോൾ അറിയണം, 4 ആൾ അറിയണം. ഓക്കെ, അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും എന്താ നമസ്കാരം, ടാറ്റ ടാറ്റ ടാറ്റ, അപ്പൊ ബൈ. അമ്മ ഏത് പാട്ടാ വേണ്ടി പറ, ഞാൻ എടുത്തുതരാം. അനുരാഗിണി എന്നുള്ള പാട്ട് നല്ലതാണോ? അച്ഛന്റെ ഫോണിങ്ങട് ഏത് അനുരാഗിണിയോ? അതറിയത്തില്ലേ? ഓക്കെ, അമ്മയ്ക്ക് ഒട്ടും സൗണ്ട് ഇല്ലാത്തതെന്ന് തോന്നുന്ന ഒരു മൈക്ക് വെച്ച് തരട്ടെ, അതോ ഞാൻ ഇങ്ങനെ തന്നാ മതിയോ? ഞാൻ സ്പീക്കിംഗ് അടങ്ങ്. തുടങ്ങാറായോ? ഹലോ, ഫാൻ നിർത്തണോ? വേണ്ടല്ലോ, ആവി എടുക്കത്തില്ലേ? നിർത്ത്. എടി 1 2